അലക്കി? ഓ മെഷീൻ ഉണ്ടായിരിക്കും അല്ലേ? എത്തില്ലെങ്കിൽ അഴ താത്തി തരാട്ടോ. കുഴപ്പമില്ല. കണ്ടില്ല പുറത്തോട്ടൊന്നും. ഇതൊക്കെ ആരുടെ ഈ ഡ്രസ്? എൻ്റെ വെള്ളം തീരുമാനിക്ക് പറയണോട്ടോ. ഞാൻ അമ്പിളിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വിച്ച് ഇപ്പുറത്താണേ. ഞാൻ സഹായിക്കണോ? വേണ്ട. എന്താ ഉണ്ടാക്കിയ രാവിലെ? കിട്ടത് എൻ്റെ അതിലെ മുത്തു ഒഴിഞ്ഞു. അത് അങ്ങനെ ഇട്ട് ഉണങ്ങൂല്ല, നീക്കി നീക്കി ഇടണം. ഈ പെങ്കൊച്ചത് എവിടെ ഇട്ടാൻ പോണത്? ബേബി തക്കളിമോളുടെ അത്രയുള്ള ഉടുപ്പോ? ഇതിന് തലയ്ക്ക് വെളിവില്ലായിരിക്കും. ആ പെങ്കൊച്ചതൊക്കെ കണ്ട് പഠിക്കാതിരുന്നാൽ മതിയായിരുന്നു. കുപ്പിവെള്ളം ഉപഭോഗം ഒരു കടി. ഇത് മറ്റേതല്ലേ ബാ? ആറാം ക്ലാസ്സിലായി മലയാളം വായിക്കണല്ലോ. നേരെ വായിക്കേ. ഉപഭോഗം. ഓ ഇതാണല്ലേ ഭോഗം. ഒരു കാടില് ഒരു കൊടി. എന്റെ ക്ലീറ്റോ, ഇങ്ങനെ മനുഷ്യരുണ്ടോ ക്ലീറ്റോ? ഞാൻ ആദ്യം നാലക്ഷരം പറഞ്ഞു കൊടുക്കണേ, അതിനും കുഴപ്പം. അതല്ല, പിന്നെ അവള് ഞാൻ അവിടെ തുണി അലക്കിക്കൊണ്ട് നിക്കാണ്. തൊട്ടപ്പുറത്താണല്ലോ താമസിക്കണേ. അവള് രാഗി അവിടെ തുണി വിരിക്കാൻ വേണ്ടി വരിക. ഒന്ന് ചിരിച്ചു കാണിക്കാം. മനുഷ്യനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിരിക്കൂലേ? പോകലിട്ടൊന്ന് മനുഷ്യൻ തോന്നാത്തോണ്ടാ. എന്റെ അടുത്ത് ഭയങ്കര കൂട്ടായല്ലോ. ഇത് അതൊന്നും അല്ല, അഹങ്കാരം. ഞാൻ എന്തൊക്കെ വർത്താനം പറഞ്ഞെന്നറിയാം പെണ്ണിനോട്. തുണി അലക്കിയോ? ആ അവളുടെ വായിന്ന് മുത്തുങ്ങ് വീഴും ഒന്ന് എന്തെങ്കിലും വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാലും അങ്ങനെ ഒരു മര്യാദ ഇല്ലേ? നമ്മളുടെ വീട്ടിലല്ലേ അവര് കയറി താമസിക്കുന്നത്. അപ്പൊ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ എന്താ അവക്ക്? അതോ ക്ലീറ്റോ പൊന്നെ, അത് കണ്ടിട്ടാ എനിക്ക് കൊറേ തുണി വിരിച്ചിടാൻ വന്ന അവളുടെ ഉടുപ്പ് കാണണം. ആ ഡ്രസ്സൊക്കെ കീറിയതാണെങ്കിൽ വേണ്ടിയില്ലല്ലോ. ഇതേ പാവാട ഇത്ര ഇറക്കം, ബ്ലൗസ് ഇത്ര ഇറക്കാം. ഇവളിട്ട് വെക്ക് ചെറുതാ ഉടുപ്പ്. അതിനെന്താ കുഴപ്പം? അങ്ങനെയൊക്കെ ഇടാനല്ലോ. അങ്ങനെ ഫാഷനൊന്നും കാണിച്ച് നടക്കാൻ നിൽക്കണ്ട. എന്റെ മോളെ എനിക്ക് കാണിച്ചില്ല. അവള് വന്ന അത്രയും ദിവസമായല്ലോ. ഡ്രസ്സിനെ പറ്റി പറഞ്ഞാണ്ട് അവള് ഈ പെങ്കൊച്ച് വളർന്നു വരെ എന്തായി തീരും എനിക്ക് അറിയാൻ പാടില്ല. വേറെ പണിയൊന്നുമില്ല. നീ എന്തിനാണ് അവളുടെ പിന്നാലെ നടക്കണത്? അവള് ചിരിച്ചില്ല, അവള് മിണ്ടിയില്ല എന്നും പറഞ്ഞ് നടക്കണേ. ഒരു കണക്കിന് ഇന്നത്തെ കാലത്ത് ആ പെണ്ണിന്റെ രീതിയാണ് നല്ലത്. വെറുതെ ആവശ്യമില്ലാതെ മിണ്ടി അങ്ങോട്ടൊന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് ഇനി അവനും കൂടെ അതുപോലെ ആകണം. അതാണ് അവളെ പിന്തുടരണം. മിണ്ടരുത്. മനുഷ്യനോട് മിണ്ടി എപ്പോഴാ നടന്നിട്ടുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ലേ വലുത്? നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ആങ്ങളെ വിളിച്ചിട്ട് പറ, അപ്പുറത്ത് താമസത്തിൽ ആ പെണ്ണ് എന്നോട് മിണ്ടല്ല, അവരെ ഇവിടുന്ന് താമസം മാറ്റാൻ പറ. അതിന് അമ്പിളിക്കുട്ടി ചേട്ടന് കുഴപ്പമില്ലല്ലോ. അപ്പൊ അതോ ഇവളുടെ വിചാരം എന്താണെന്നറിയോ ക്ലീറ്റോ? ഇവിടെ വലിയ ദുബായ്ക്കാരി. അവൾ ഇവിടെ നിന്ന് ജനിക്കേണ്ട ആളല്ല. അവൾക്ക് നമ്മളെയൊക്കെ അങ്ങ് പുച്ഛം. ആ ഭാവം അങ്ങോട്ട് മാറ്റണം. നമ്മളത് ദുബായ് കാണാത്തതാണോ? നീ ദുബായ് പോയിട്ടുണ്ടോ? ക്ലീറ്റോ പോയതല്ലേ? എപ്പോ? ജോലിക്ക് പോയില്ലേ പണ്ട്? അത് ഞാൻ 10 ദിവസം പോലും തികച്ച് അവിടെ നിന്നില്ല. മതി. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവിടെ കാലെടുത്ത് വെച്ചാ പിന്നെ ദുബായ്ക്കാരനാ. എന്നിട്ട് ആ അഹങ്കാരം ക്ലീറ്റോ ആരോടെങ്കിലും കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ കാണിച്ചിട്ടുണ്ടോ? ദുബായ്ക്കാരന്റെ ഭാര്യ എന്നുള്ള നിലയിൽ ആരോടെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? എന്തായാലും നിന്റെ ആങ്ങളല്ലേ ഇതെല്ലാം വരുത്തി വെച്ചത്. അല്ല പിന്നെ ഞാൻ ആ അമ്പിളിക്കുട്ടൻ ചേട്ടനെ ഓർത്ത് മാത്രം ക്ഷമിക്കേണ്ടതാ. അല്ലെങ്കിൽ എനിക്കിതൊന്നും കണ്ണി കാണേണ്ട കാര്യമൊന്നുമില്ല. ഓ
ഓഹോ അത് ശരി. അമ്പിളിക്കുട്ടൻ നിങ്ങൾക്ക് ചേട്ടൻ. എന്താ വേണ്ട, ചായയോ? അതെ, ചായയോ ചോദിച്ചിട്ട് കുറേ സമയമായി. നേരം എടുത്താൽ ഇത് തന്നെയാണ്. അപ്പുറത്തെ ഇപ്പുറത്തെ അതെങ്ങനെ ഒരിടം വെള്ളം കോരി വെക്കരുത്. അവിടെ അവിടെ ചായ ചായ എന്ന് പറഞ്ഞ് അങ്ങ് ഇരുന്നാ മതി. കുറവും പറയാം. ഇവിടെ നിന്ന് ഇങ്ങനെ ആയിപ്പോയി. ഡി, എന്താ എന്താ അവിടെ? ഇങ്ങോട്ട് പാടി. എന്തോ ഹായ്. ഹായ്. എന്താ എന്താ എന്ത്? അല്ല, ഞാൻ ചേച്ചി കാണാൻ വേണ്ടി വന്നതാ. ആ ഞാൻ കൊച്ചിനെ വിളിക്കാൻ വേണ്ടി വന്നതാ. ആ ശരി. ശരി. ടാറ്റ. പിന്നെ തക്കളി ഒന്ന് പെട്ടെന്ന് വന്നേ, ഡാഡിക്ക് വേറെ ആവശ്യമുണ്ട്. എന്തുവാ നിക്കത് ഇവിടെ നിന്ന് ചെയ്യട്ടെ. മതി ഒരുങ്ങിയത്. മതി. അയ്യോ അമ്മ ഉമ്മ. ഡാഡി ഉമ്മ. രണ്ടു മൂന്ന് പ്രാവശ്യമായി. ആ ടാറ്റ. മക്കളെ ഇവിടെ സ്കൂളിൽ പോണ ഓ, എൻ്റെ അച്ഛനെ 4 അക്ഷരം കൂടെ പറഞ്ഞു കൊടുക്കണേ. കുറച്ച് നല്ല കാര്യങ്ങൾ. 4 അക്ഷരമല്ലേ? മലയാളത്തിൽ കുറേ അക്ഷരമുണ്ട്, 19 അക്ഷരമുണ്ട്. അതെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ട് നിന്നെ പഠിപ്പിച്ച് തരണുണ്ട്. യാരാ ലാവാ ഷാ സാഹ. പിന്നെ ഒരു ഇക്ഷ എന്ന് പറഞ്ഞൊരു അക്ഷരമുണ്ട്, അറിയാമോ? ഇങ്ങനെ എഴുതണേ. ആ, അത് നിന്നെ ഞാൻ എഴുതിപ്പിക്കും കേട്ടാ. കൂടുതൽ നിങ്ങളിക്കല്ലേ നീ. അല്ലേ എഴുതാതെ നോക്കിയാൽ മതി. ആ അയ്യോ തക്കളി, എന്തോ ഡി, എന്തുവാ? ഇത് വേണ്ടേ? നീ എന്ത് കാര്യത്തിന് സ്കൂളിൽ പോണേ? തിരിഞ്ഞങ്ങോട്ട്. ഒന്ന് പെട്ടെന്ന് വന്നേ. ദേ അവള് പെൻസിൽ എടുത്തില്ല. അത് എന്നും അങ്ങനെയാണല്ലോ. മതി. ബാക്കിയെല്ലാം വെച്ചല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞ 2 ലക്ഷത്തിന്റെ കാര്യം എന്തായി? അത് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ എന്താ വേണ്ടാത്തത്? ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, അതൊന്നും ശരിയാവില്ല. എൻ്റെ അമ്പിളി ചേട്ടാ, അത് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വീട് പണി നടക്കില്ലേ? അതിന് നിങ്ങൾക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്? എനിക്ക് അഭിമാനക്ഷത ഏക്കുന്ന ഒന്നും ഞാൻ ചെയ്യൂല. നിങ്ങളുടെ ഒരു ദുരഭിമാനം കാരണം ഞാൻ ഈ നശിച്ച വീട്ടിൽ കിടന്ന് നീർന്നത്. ഇടീ, ദുരഭിമാനമല്ല, അത് അഭിമാനമാണ്. എന്താ അഭിമാനം എന്നാ അമ്പിളി ചേട്ടാ നിങ്ങൾ ഈ പറയണത്? ഇവിടെ ഓരോരുത്തർ കാശ് കിട്ടാൻ വേണ്ടി നെട്ടോട്ട് ഓടുക, ഈ വീട് പണിയും കല്യാണം പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് കൊണ്ടുതരാന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട. എടീ, കാശിന് വേണ്ടി നെട്ടോട്ടോടുന്ന പേരും പലരും കാണും. ആ കൂട്ടത്തിൽ എന്നെ കൂട്ടാതെ. ഒന്നാമത് ഞാനൊരു ജനപ്രതിനിധിയാണ്. അത് കാശ് വാങ്ങിച്ചാൽ ശരിയാവില്ല. എൻ്റെ അമ്പിളിച്ചേട്ടാ, ആ കാശ് വാങ്ങിച്ചോട്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് ആ വീട് പണി തീർത്തൂടെ? ഈ തീർത്തിട്ട് വേണമെങ്കിൽ നശിച്ച് വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങി പോവാ അവിടുന്ന്. എടീ, വീട് പണി തീരാൻ ഞാൻ പറഞ്ഞില്ലേ, ലോണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടുമ്പോൾ നമുക്കത് ചെയ്യാം. കിട്ടും. ലോൺ ഇപ്പം കിട്ടും. കുറെ നാളായല്ലോ നിങ്ങളുടെ ലോൺ വരാൻ തുടങ്ങിയിട്ട്. ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇനി നമ്മുടെ തല നിറച്ചിട്ടാണ് ലോൺ വരാൻ പോണത്. അപ്പോഴേക്കും എൻ്റെ ഗതികേട് അല്ലാണ്ട് എന്താ പറയാ. നിങ്ങൾക്ക് ആ 2 ലക്ഷം രൂപ വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയോ? നീ മറ്റുള്ളവരുടെ മുമ്പേ നാണം കിടത്തി അടങ്ങോളാം. അങ്ങനെ ആണെങ്കിൽ നീ വാങ്ങിക്കോ കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അന്ന് നീ എന്റെ തനി ഗുണം കാണും. ഒന്നും ഉണ്ടാവില്ല. ഹലോ. ആ സമ്മതിച്ചു. ഓ കുറെ നിർബന്ധിച്ചു സമ്മതിച്ചു കിട്ടാൻ. ഒരു കാര്യം ചെയ്യോ, ഒരു 8 മണിക്ക് ശേഷം വന്നോ. അപ്പം അമ്പിളിച്ചേട്ടൻ ഇവിടെ ഉണ്ടാവും. ആ 2 ലക്ഷം രൂപയായിട്ട്. ആ ശരി. ആ ഓക്കെ. അമ്പിളിച്ചേട്ടാ, ചായ എടുക്കട്ടെ? അമ്പിളിച്ചേട്ടാ, Alien versus Alien.